ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്നത് മരണത്തോടു കൂടി ഒരു ജീവിതം അവസാനിക്കില്ല എന്നാണ്. സ്വർഗം, എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഭഗവത്ഗീത വായിക്കുന്ന ഒരാളാണ്. വായിക്കുന്ന പറഞ്ഞാൽ അത് വായിക്കാൻ നിർബന്ധമായിട്ടില്ല, പഠിക്കാൻ വേണ്ടി ഞാൻ വായിക്കാറുണ്ട്, ഇപ്പോഴും വായിക്കാറുണ്ട്, നാളെയും വായിക്കേണ്ടി വന്നാൽ വീണ്ടും വായിക്കും. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് അർജുനൻ. ശ്രീകൃഷ്ണനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. അശ്വത്ഥമാവുണ്ട്, കവചകുണ്ഡലം അനുഗ്രഹമായി ലഭിച്ച കർണനുണ്ട്, ഭീഷ്മാചാര്യരുണ്ട്, ദ്രോണാചാര്യരുണ്ട്, ഒക്കെ വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല. എനിക്ക് പെണ്ണും വേണ്ട, ഭൂമിയും വേണ്ട, വേറെ ഒന്നും വേണ്ട, ഭൗതികം ഒന്നും എനിക്ക് വേണ്ട. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാചകം ഭഗവത്ഗീതയിൽ ഇന്നും എന്റെ പ്രസംഗം ഏതെങ്കിലും ഹിന്ദു വീട്ടിൽ നിന്ന് ഒരു സഹോദരി സഹോദരൻ കേൾക്കണ്ടേ, നിങ്ങൾ എടുത്തു നോക്ക്. 2-ാം അധ്യായം, ഭഗവത്ഗീതയുടെ 18 അധ്യായത്തിൽ 2-ാമത്തെ അധ്യായം 37-ാമത്തെ ശ്ലോകം. ഹദോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ മോക്ഷസ്യ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, ഹദോവ പ്രാപ്സ്യസി സ്വർഗം, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകും. ആഹാ, ദമയന്തി ചേച്ചിയും ശ്രീദേവി ചേച്ചിയും പറ, ഏതാണ് ആ സ്വർഗം? ഹദോവ പ്രാപ്സ്യസി സ്വർഗം ദഖലൽ ജന്ന. അതിന്റെ അറബിയാണ്. മുഹമ്മദ് നബി പറഞ്ഞ വാചക, ശ്രീകൃഷ്ണൻ പറഞ്ഞ അതേ വാചകം. സ്വർഗത്ത് പോയി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഇതേ കാര്യം ഭഗവത്ഗീത പറയുന്നു. ഏതാണ് ആ സ്വർഗം? അതറിയണ്ടേ ഇവിടെ ജനം? മരിച്ചതിന് ശേഷം എല്ലാവരുടെയും ആശങ്കകളിൽ മരിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശരി, മരിച്ചാലുള്ള അവസ്ഥ എന്താ? മരിച്ചാൽ എന്തോ ആണെന്നാണോ? അല്ല, നമ്മളില്ലാത്തൊരു കാലല്ലേ, ഞാനും നിങ്ങളും ഇല്ലാത്തൊരു കാലല്ലായിരുന്നോ? നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് എന്റെ രൂപം ഇങ്ങനെയാകണമെന്ന്? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടല്ലേ ഈ രൂപം കിട്ടിയത്. എന്റെ സ്വരം ഇങ്ങനെ ആകണമെന്ന് ഞാൻ വിചാരിച്ചല്ല. എന്റെ കൈവിരലുകൾ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി, നമ്മൾ ആരും വിചാരിച്ചല്ല. നമ്മൾ പറയല്ലോ ഇതൊക്കെ എന്റേതാണ്, എന്റെ അഭിപ്രായമാണ്, എന്റെ ചോയ്സാണ്, എന്റെ ജീവിതമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. വെറുതെ പറയുന്നതാണ്. നിനക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള പച്ച സത്യം. നിന്റെ കൈ രാവിലെ എഴുന്നേൽക്കുമ്പോ പൊന്തണോ പൊന്തണ്ടേ നീ തീരുമാനിക്കുന്നതല്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തളർവാദം വരുന്നത്? ഓന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ. നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ പറയുന്ന ബടായി കെട്ട വിചാരിക്കുന്നവരോ ആകാശവും തോണ്ടി താഴെടുന്നു. സത്യല്ലേ? നിങ്ങൾ മനുഷ്യരെ, നമ്മളെ കുറിച്ച് ആലോചിക്കുക.